മലയാള സിനിമ മാഫിയകളുടെ പിടിയിലോ? മലയാള സിനിമയിലെ കള്ളപ്പണ മാഫിയയെ പിടിക്കാൻ ED ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2023-ൽ 200 സിനിമകൾ റിലീസ് ചെയ്തതിൽ ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് വിജയിച്ചത്. എന്നാൽ 2024-ൽ മലയാള സിനിമയിൽ വിജയങ്ങൾ തുടരെ ഉണ്ടായി. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം വെറും 20 കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചത്. ചിത്രം വാരിക്കൂട്ടിയത് ഏതാണ്ട് 250 കോടിയോളം രൂപയാണ്. പ്രേമലു, ബ്രഹ്മയുഗം, ആടുജീവിതം, ആവേശം, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങളും വൻ വിജയം നേടി. ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളെ കീഴടക്കിയത് മമ്മൂട്ടി ചിത്രം ടർബോയാണ്. ഈ ചിത്രം നിർമ്മിച്ചതും മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനിയാണ്. ഈ വിജയങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മലയാള സിനിമയിലെ അത്ഭുത ചിത്രം മഞ്ഞുമൽ ബോയ്സ് വലിയ വിവാദവും ഉണ്ടാക്കി. പറവ ഫിലിംസിൻ്റെ ബാനറിൽ ഷോൺ ആൻ്റണി, നടൻ സൗബിൻ ഷാഹിർ, സൗബിൻ്റെ പിതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാബു ഷാഹിർ എന്നിവർക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജാണ് പരാതി നൽകിയത്. എറണാകുളം മരട് പോലീസാണ് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ചിത്രത്തിൻ്റെ ലാഭവിഹിതവും മുടക്കുമുതലും നൽകാതെ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ വഞ്ചിച്ചു എന്നായിരുന്നു പരാതി. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങളിലായി IPC 120B, 406, 420, 468, 34 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. പറവ ഫിലിംസിൻ്റെ 40 കോടി രൂപ നിക്ഷേപമുള്ള ബാങ്ക് അക്കൗണ്ട് കോടതി നിർദ്ദേശപ്രകാരം മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു കേസെടുത്തത്. വിവാദങ്ങൾക്കും കേസിനും പിന്നാലെ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിനെതിരെ EDയും അന്വേഷണം തുടങ്ങി. പറവ ഫിലിംസ് കള്ളപ്പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനും ED തീരുമാനിച്ചു. ECIR രജിസ്റ്റർ ചെയ്ത ED പറവ ഫിലിംസിൻ്റെ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആൻ്റണി എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പിന്നാലെ നോട്ടീസ് അയക്കുകയും ചെയ്തു. നടനും സഹനിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ചോദ്യം ചെയ്യലിനായി EDക്ക് മുന്നിൽ ഹാജരായി. EDയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. സിനിമയുടെ ഒരു നിർമ്മാതാവ് ഷോൺ ആൻ്റണിയെയും ED ചോദ്യം ചെയ്തു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ED നേരത്തെ തന്നെ നിർമ്മാണ കമ്പനികളിലും മറ്റും റെയ്ഡ് നടത്തിയിരുന്നു. മഞ്ഞുമൽ ബോയ്സ് വിവാദങ്ങൾക്ക് പിന്നാലെ ED മലയാള സിനിമയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം ഇറങ്ങിയ സിനിമകളിൽ സാമ്പത്തികമായി വിജയിച്ച ചിത്രങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ED പരിശോധിക്കുന്നത്. സിനിമകളുടെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ED നോക്കുന്നത്. സിനിമയുടെ കളക്ഷൻ പെരുപ്പിച്ച് കാട്ടിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. സിനിമാ നിർമ്മാണത്തിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നു. സിനിമയെ സ്നേഹിക്കുന്ന ഹതഭാഗ്യരെയാണ് ഇത്തരത്തിൽ കുരുക്കുന്നത്. സിനിമയുടെ ബജറ്റ് കയ്യിൽ നിൽക്കാതെ ഇവർ കടം വാങ്ങി കുത്തുവാളയെടുക്കുന്നു. അതിനിടയിൽ കലക്കവെള്ളത്തിൽ ചിലർ മീൻ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നടക്കുന്നതായാണ് ആരോപണം ഉയരുന്നത്. ED കയറിയിറങ്ങാൻ തുടങ്ങിയതോടെ മാഫിയ സംഘങ്ങൾ അങ്കലാപ്പിലായതായാണ് വിവരം.